വിളിച്ചവരും വന്നിട്ടുണ്ട്, വിളിക്കാത്തവരും വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ റോക്കറ്റ് ശർമ്മ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരാൻ പോവുകയാണ്. മിമിക്രി വേദികളുടെ മലയാള സിനിമയിലെത്തി നിരവധി കഥാപാത്രങ്ങളുടെ നമ്മുടെ സൂപ്പർ സ്റ്റാറായി മാറിയ റോക്കറ്റ് ശർമ്മ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഈ കംഫർട്ട് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നതാണ്. റോക്കറ്റ് ശർമ്മ ഇപ്പൊ തന്നെ വരൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കംഫർട്ട് സ്റ്റേഷനൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പുള്ളിയൊക്കെ വരുവോ? വരൂല. ഞാൻ ആരുടെയാ മോൻ? നാട്ടുകാർക്ക് മാത്രം ഇത്രയും കാലം സംശയം ഉണ്ട്, ഇപ്പൊ പുള്ളിക്കും തുടങ്ങി സംശയം. അതല്ലടി, ഇതുപോലൊരു കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിലേക്ക് ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ വരുമോ? അതാ ഞാനും ആലോചിക്കണം, വരുമോ? അത് കാരണേ കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനം എന്നല്ല പറഞ്ഞേക്കണത്, ഒരു പെർഫ്യൂം കടയുടെ ഉദ്ഘാടനം എന്നാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു, എഗ്രിമെന്റും ചെയ്ത് പുള്ളി വന്നു കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പൊ പുള്ളിക്ക് ഉദ്ഘാടനം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് തഞ്ചത്തിലും തരത്തിലൊക്കെ നിന്ന് അങ്ങ് ഉദ്ഘാടനം ചെയ്യിച്ച് വിടുക. നീ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സ്ഥാപനത്തിന്റെ പരസ്യം ഒന്ന് അനൗൺസ്മെന്റ് നോട്ടീസ് എടുക്കുക. ചുങ്കക്കര നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രയാസം ഞങ്ങളുടെ സന്തോഷം. ഹൈടെക് കംഫർട്ട് സ്റ്റേഷൻ. ഹൈടെക് കംഫർട്ട് സ്റ്റേഷൻ. നിങ്ങളുടെ കംഫർട്ടാണ് ഞങ്ങളുടെ കംഫർട്ട്. കംഫർട്ട് ആയിരിക്കാൻ ഹൈടെക് കംഫർട്ട് സ്റ്റേഷൻ. ഹൈടെക് കംഫർട്ട് സ്റ്റേഷൻ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത ചൂടുവെള്ളം, തണുത്ത വെള്ളം, ടിഷ്യൂ പേപ്പർ, 24x7 വൈഫൈ കണക്ഷൻ, കൂടാതെ ഗൂഗിൾ പേ സർവീസും ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ കംഫർട്ട് സ്റ്റേഷനിൽ നേരത്തെ ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ സ്ഥാപനം ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ പോവുക, ബുക്ക് മൈ ടോയ്ലറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദിവസം 1 പോയാൽ 2 ഫ്രീ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കസ്റ്റമർ കെയറുമായി സംസാരിക്കാൻ വിളിക്കേണ്ട നമ്പർ 121212. അല്ല, 1212 എന്ന് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞതല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ 24 മണിക്കൂറും വൈഫൈ കണക്ഷൻ കൊടുക്കേണ്ട കാര്യം എന്താണ് ഈ ബാത്റൂമിൽ? എടി, പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മളെ ആൾക്കാർ ടോയ്ലറ്റിൽ പോകുമ്പോൾ കയ്യിലൊരു ബീഡിയൊക്കെ ഉണ്ടാവും മരിക്കോട്ട്. ഇപ്പൊ ആൾക്കാർ ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈലല്ലേ ഫുൾ ടൈം യൂസ് ചെയ്യട്ടെ. സിനിമ നടൻ റോക്കറ്റ് ശർമ്മ. അയ്യോ, നമസ്കാരം. അല്ല, ഞാൻ ഷെയ്ക്കന്റെ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല, എനിക്ക് താല്പര്യമില്ലാത്ത. ഞാനാണ് ഇതിന്റെ ഓണർ. എന്താ സാറേ, ഇവരൊക്കെ ആരാ വിളിച്ചൂടെ? ഇവരൊക്കെ ആരാ വിളിച്ചത്? ഇവരൊക്കെ വരുന്നുള്ള കാര്യം പറഞ്ഞിരുന്നു, ഞാൻ അവിടെ വരില്ലായിരുന്നല്ല. അല്ല, ഞങ്ങളുടെ ആഘോഷത്തിന് ഇവരുടെ ഈ ഇരിക്കുന്ന ടീമുണ്ടല്ലോ, എന്നൊരു ഉഗ്രൻ ചതി ചെയ്ത ടീമാണ് ഇവര്. ഇവരൊരു സിനിമ ചെയ്തായിരുന്നു ഈ അടുത്തേ. ആ പടത്തിന്റെ പേരെന്നറിയുമോ? വിഷാദം. ഞാൻ ആ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡയറക്ടർ കട്ട് പറഞ്ഞു. എന്നിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി അവിടെ മാറുന്നൊരു വലിയ ചർച്ച. എന്നിട്ട് എന്റെ ക്യാരവാനിൽ കൊണ്ടുപോകുന്നു, എന്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റുന്നു, എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നു. എന്നിട്ട് ആഘോഷം എന്ന പേരിൽ ആ സിനിമ ഇറക്കി. ചേട്ടൻ അതിനകത്ത് അഭിനയിക്കാൻ വന്നോണ്ടാണ് അവർ വിഷാദം എന്ന് പേരിട്ടത്. ചേട്ടന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോഴേ അവരത് ആഘോഷിച്ചു. അങ്ങനെയല്ല നിങ്ങളുടെ സിനിമക്ക് ആഘോഷം. കുഴപ്പമില്ല, 2 മിനിറ്റ് പരിപാടിയുള്ളൂ. അതെ, പെട്ടെന്ന് വേണം. എന്നിട്ട് വേണം എന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി എനിക്ക് പോവാൻ. അല്ല സാർ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സാർ 2 വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക്. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. 2 വാക്ക്. മോനെ ഒന്ന് മോനെ ലാഗടിക്കാണ്ട് വാ. എന്റെ മേക്കപ്പ് മാനെ പൊതുവേ ലാഗാണ്. എല്ലാവർക്കും നമസ്കാരം. ഹലോ കോച്ചൻ, എന്റെ ഞാൻ ആക്കി മാറ്റിയ എന്റെ എല്ലാ ഫാൻസിനും ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിനാണ് ഉദ്ഘാടനം എന്നറിഞ്ഞപ്പോൾ എന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തെന്നിന്ത്യൻ നായകൻ എന്റെ അടുത്ത് പറഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ആരും അനുവാദം ചോദിക്കാണ്ട് കുറച്ച് ഞാൻ പൊതിഞ്ഞെടുക്കുവേ. പെർഫ്യൂം. അത് മാത്രമല്ല, ഇവിടെ വെച്ച് എല്ലാ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു വാഗ്ദാനം തരികയാണ്.
നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ പെർഫ്യൂം കടയുടെ അത് മാത്രമല്ല ഇതിന്റെ ഒരു ബ്രാഞ്ച് ദുബായിൽ തുടങ്ങിയാലോ എന്നൊരു ആലോചന. അല്ല ദുബായിലൊക്കെ ഇത് പോവോ? ദുബായിലും എല്ലായിടത്തും പോകുന്ന ഒരു ഐറ്റമാണിത്. എന്ത് പെർഫ്യൂം? അത് മാത്രമല്ല ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ അമ്മാവന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അമ്മാവന്റെ മുഖോ? ആ, അമ്മാവൻ വർഷങ്ങളായിട്ട് ദുബായിലായിരുന്നേ. വർഷാവർഷം നാട്ടിലേക്ക് വരുമ്പോൾ ഒരു വലിയ പെട്ടി കൊണ്ടുവരും. ആ പെട്ടി പൊട്ടിക്കുന്നത് ആകാംക്ഷയോടുകൂടി ഞങ്ങൾ നോക്കി നിൽക്കും. ആ പെട്ടി നിറച്ചും ഇതാണ് പെർഫ്യൂം അല്ലേ? എക്സാക്ട്ലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെർഫ്യൂം കട എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാനിത് ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാനിത് എങ്ങനെ ഉദ്ഘാടനം ചെയ്യേണ്ടത്? പെർഫ്യൂം അടിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? അങ്ങനെയല്ല, നമ്മള് ഇതെന്നു ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്തു എന്ന് മൈക്കി കിട പറഞ്ഞാ മതി. നാട് എവിടെയാ? ഇത് തന്നെ ഞങ്ങളുടെ നാട്, അത് മനസ്സിലായില്ലേ? അതല്ല, പിന്നെ വെടിവെക്കണം. അതല്ല മറ്റേ ഈ റിബണൊക്കെ വെച്ച് കട്ട് ചെയ്യൂലേ? ആ, നാട് എവിടെ? അല്ല, നാടൻ മുറിക്കൊന്നും വേണ്ട സാറ്. ഇതിക്കടെ ഒന്ന് അനൗൺസ്മെന്റ് ചെയ്താൽ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അനൗൺസ്മെന്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലേ? അല്ല, അതിനു മുമ്പ് ഈ സ്ഥാപനത്തിലേക്ക് ഒന്ന് കയറണ്ടേ? അല്ല, സ്ഥാപനത്തിൽ ഒന്ന് കയറി മൊത്തം ഒന്ന് കണ്ടു വന്നതിന് ശേഷം അല്ല, അങ്ങനെയല്ല. ഞാൻ പൊതുവെ എന്ത് ഉദ്ഘാടനത്തിന് പോയാലും ഒന്ന് പൊതുവെ ഒന്ന് അതിനകത്തേക്ക് കയറി ഒന്ന് വിശാലമായി കണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നിട്ടൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് കയറി കാണാം. 2 ലക്ഷം രൂപ എനിക്കാണ് അഡ്വാൻസ് നിങ്ങൾ തന്നത്. അപ്പൊ ഒരു സിനിമ നടനായ എന്റെ വാക്കുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്നാ പിന്നെ സാറ് കേറുമ്പോഴേ തല മുട്ടരുത്. ആ തല മുട്ടാണ്ട് പതിയെ നോക്കാണ്ട് അങ്ങനെ കേറിയാ മതി. അതെ, നിങ്ങൾ വരുന്നില്ലേ? അല്ല സാറേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ക്യാബിനാണേ. പ്രീമിയർ കൗണ്ടർ ആണല്ലേ? അതെ. ആരെങ്കിലും പാടും? ഇല്ല, ഒരാൾക്കുള്ള ഫെസിലിറ്റി ഉള്ളൂ. രണ്ടുപേർക്ക് ഫെസിലിറ്റി ഇല്ല. ഫോട്ടോഗ്രാഫർ ഉണ്ടോ? അല്ല, ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യണത് പുള്ളി ഒന്ന് ക്ലോസപ്പ് ആയിട്ട് എടുത്തോട്ടെ. അയാൾക്ക് എന്തോ മനസ്സിലായി പറയുന്നത് ക്ലോസറ്റ് ഇപ്പൊ എടുക്കട്ടെന്ന്. ക്ലോസപ്പായിട്ട് ഫോട്ടോ എടുക്കട്ടെന്ന് പറഞ്ഞത്. അയ്യോ, ക്യാമറമാൻ വന്നിട്ടില്ല. ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ടുണ്ടോ? അതായത് ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യണ വീഡിയോ എടുത്തിട്ട് നാളെ ഒരു തലക്കെട്ടോടുകൂടി വെക്കാലോ, സൂപ്പർ സ്റ്റാർ ഉദ്ഘാടനം ചെയ്തത് കണ്ടോ? അവരൊന്നുമില്ല സാർ, അതുകൊണ്ടേ ഉദ്ഘാടനം ചെയ്തു എന്നൊന്ന് പറഞ്ഞു ഉദ്ഘാടനം ചെയ്താൽ മതി. ഇതിനകത്ത് കയറേണ്ട ചുമ്മാ ഒരു ഉദ്ഘാടനം പറഞ്ഞാൽ മതി. സമയമില്ല, എനിക്ക് സിനിമയുടെ പ്രൊമോഷനുള്ള. പ്രിയമുള്ളവരെ, അപ്പൊ എന്തായാലും ഈ പെർഫ്യൂം കടയുടെ ഉദ്ഘാടനം ഞാൻ ചെയ്തു. പെർഫ്യൂം നമ്മൾ മാറ്റി പറയാൻ പറ്റും? സുഗന്ധദ്രവ്യ കട അതൊന്ന് മാറ്റി പറയാൻ പറ്റും? സെന്റ് കട അതൊന്ന് മാറ്റി പറയാൻ പറ്റും? അത്തറ് കട. ഈ കംഫർട്ട് സ്റ്റേഷൻ എന്നൊന്ന് പറയാൻ പറ്റും? എടോ, കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മൂത്രപ്പുരാന്നാണ്. അങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ കയറൂല. പെർഫ്യൂം കട എന്ന് പറയൂ, ആളുകളൊക്കെ കയറും. തെറ്റി. പെർഫ്യൂം കട എന്ന് പറഞ്ഞ ആള് കയറില്ല, മൂത്രപ്പുര എന്ന് പറഞ്ഞ ആള് കയറും. അതങ്ങനെ? അത് ഈ ചേട്ടൻ സാറിനെ പറ്റിച്ചതാണ്. ഞങ്ങള് കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിനെ വിളിച്ചത്. ട്യൂബിന് പോലുള്ള സ്ഥലമാണത്. അതല്ല, ഇതൊരുമാതിരി നാറ്റക്കേസായി പോയിട്ടോ. നാട്ടുകാർക്ക് നാറ്റക്കേസ് ആവാതിരിക്കണം ഞങ്ങൾ തുടങ്ങിയത്. ഇത് ഞാൻ സമ്മതിക്കൂല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാൻ പാടില്ല. നിങ്ങളൊന്ന് വെളിക്കിറങ്ങി നോക്ക്. അങ്ങനെ ഇരിക്കാതിരിക്കാനല്ലേ ഇത് പടുത്തിട്ടേക്കണത്? അതല്ലെന്ന്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്ക്. റോഡിന്റെ 4 മൂലയിലും എന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് കാണാം. സാറ് ഇതിന്റെ അകത്ത് കയറി നോക്ക്. ഇതിന്റെ ഡോറി വരെ സാറിന്റെ ഫ്ലെക്സ് അല്ലേ? എന്താ സാറേ? നിങ്ങൾ എന്നെ ഇൻസൾട്ട് ആക്കി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. സിനിമ ഈ നിൽക്കുന്ന ആഘോഷക്കാരും ഈ നിൽക്കുന്ന മൂത്രപ്പുര ടീമും കൂടി എന്നെ ചതിച്ചതാണ് മനഃപൂർവ്വം. മലയാള സിനിമയിൽ നിന്നും എന്നെ ഒതുക്കാനുള്ള ഗൂഢാലോചന. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യില്ല. ഉദ്ഘാടനം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 2 ലക്ഷം രൂപ മേടിച്ച് എഗ്രിമെന്റ് ചെയ്താണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയിൽ കാണാം. ഇനി കോടതിയിൽ വെച്ച് കാണാം മോനെ. ഇനിയാണ് എന്റെ ഷോ. സാധാരണ ഞങ്ങൾ സിനിമയിലേക്ക് ഇങ്ങനെ മാസ് ഡയലോഗ് പറഞ്ഞ സ്ലോ മോഷനിൽ പോകും. പതിവില്ലാത്ത ഒരു ജിഞ്ചലങ്കം. എന്താ സാറേ? ഉദ്ഘാടനം ചെയ്യാൻ കേട്ടോ. ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യമില്ല സാറ്. അല്ല, ഞാൻ എന്തായാലും ഇവിടെ വന്ന സ്ഥിതി ഒരു കാര്യം പറഞ്ഞോടെ. എന്താ സാറേ? അതെ, ലൊക്കേഷൻ കഴിച്ച ഫുഡിന്റെ ആണെന്ന് തോന്നുന്നു. വയറിന് ചെറിയൊരു ഇളക്കമുണ്ട്. അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് രാഹുകാലം കഴിയാറായി. രാഹുകാലം ഇപ്പൊ തന്നെ തീരും. ഇപ്പൊ തീരും. ഒറ്റ മിനിറ്റ്. ഇതുപോലൊരു ഉദ്ഘാടന കൊതിയല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സൂപ്പർ സ്റ്റാറായ നമ്മുടെ സൂപ്പർ സ്റ്റാർ റോക്കറ്റ് ശർമ്മ ഇതാ നമ്മുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കൈയോടോട് കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തു.
ഉദ്ഘാടനം ചെയ്തു. വേണമെന്നില്ല. ഉദ്ഘാടനം ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ ഇനി പോയിക്കോട്ടെ. അല്ല 2 സ്റ്റാറും കൂടി ചെയ്തിട്ട് പോവാം. അല്ല, എഗ്രിമെന്റിൽ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സ്റ്റാർ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇല്ല സ്റ്റാർ ചെയ്യാൻ ചെയ്യുമായിരുന്നല്ലോ മുന്നേ. അത് പണ്ട് ചെയ്ത സാധനങ്ങളല്ല, ഇപ്പൊ ഞാൻ ചെയ്യൂലത്. ഉദ്ഘാടനം ചെയ്തോ ഞാൻ? ഇല്ലല്ല, 1 സ്റ്റാർ 2 സ്റ്റാർ ഉദ്ഘാടനം ചെയ്ത സ്ഥിതിക്ക് ഞാൻ പോവാണ്. ഈ വക പരിപാടിക്ക് എന്നെ വിളിക്കണ്ട. ഈ സ്റ്റാർ ചെയ്യാൻ എഗ്രിമെന്റിൽ ഇല്ല. ആര് പറഞ്ഞു? ഞാൻ എഗ്രിമെന്റിൽ ഒപ്പിട്ടില്ലേ? അതിന്റെ താഴെ 2 സ്റ്റാർ ഇട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞ 2 സ്റ്റാർ. അത് ഞാൻ വെടിക്കെട്ട് വെക്ക്. പറയല്ലേ? വെടിക്കെട്ടൊന്നും ഈ സമയത്ത് പറയല്ലേ? അതൊന്നും ചെയ്യാൻ പറ്റൂല. വേറെ എന്തെങ്കിലും പറ. മമ്മൂക്കയുടെ ശബ്ദം ചെയ്യും. അതിന് മുമ്പ് പ്രിയമുള്ളവരെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയ നമുക്കറിയാം, നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്നിവിടെ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, മലയാള സിനിമയിൽ കോമഡിയുടെ തരംഗം തീർത്ത, കോഴിക്കോടൻ ഭാഷകളിലുള്ള നമ്മളെ ചിരിപ്പിച്ച നമ്മുടെ താരമാണെന്ന് പറയാ. 4 അക്ഷരത്തിൽ തീർന്ന പേരുള്ളൂ, മാമുക്കോയ. അങ്ങനെ വേദിയിൽ മാമുക്കോയ. എന്താ എന്താണ് സാർ അത്? മാമുക്കോയ ചിരിച്ചാണ്. ഡയലോഗ് പറ. പിസ് വേണ്ട. ഡയലോഗ് പറ. അതിന്റെ മോനെ ഹലോ, എന്തൊരു കിടപ്പിലായിന്നല്ലേ, ഇരിപ്പിലായിന്നല്ലേ? പൊന്നു മക്കളെ, ഇപ്പൊ ഏത് നിലയിലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു കോള് വന്നിട്ടുള്ളൂ. ഹലോ ഹലോ സാറേ, എന്താ സാർ? ഞാനൊരു സീക്രട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ സാറേ? ആരോടും പറയല്ലേ? ഇല്ല. അതെ, ഇതിനകത്ത് വെള്ളം തീർന്നു, മോട്ടർ അടിക്കാവൂ. അതെ എടി, നമ്മുടെ കംഫർട്ട് സ്റ്റേഷന്റെ അകത്ത് വെള്ളം തീർന്നു. ആവശ്യത്തിന് വിളിച്ച് പെണ്ണ് കേൾക്കൂല. നമ്മുടെ സൂപ്പർ സ്റ്റാർ കക്കൂസിലെ വെള്ളം തീർന്നാ മോട്ടർ. അതെ, ഇതെന്താണ് ഒരു എക്കോ ഒക്കെ? മൈക്കിക്കട വിളിച്ചു പറഞ്ഞതാന്നേ. മൈക്കി കൂടെ വിളിച്ചു പറയാൻ ഇവിടെ നടക്കുന്ന മെഗാ ഷോ അല്ല, ഒരു കുഞ്ഞു മാട്ട. ഇനി ഒരു കാര്യം ചെയ്യാം, ഇത്ര നേരം ആൾക്കാരെ പാട്ട് പാടി ഇത്ര പേരൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ ഭാര്യയുടെ ചെറിയ പെർഫോമൻസ് ആണ്. എനിക്ക് പോണം. അങ്ങോട്ടല്ല, എന്റെ സിനിമയുടെ പ്രൊമോഷൻ. എനിക്ക് പോണം. എന്താണത്? ആടുജീവിതത്തിലെ പൃഥ്വിരാജ വന്നപ്പോ 70 കിലോ ഉണ്ടായിരുന്നു, 35 കിലോന് ഇപ്പൊ കുറഞ്ഞത്. മനസ്സിലായാ? എനിക്ക് പോണം. അമ്മ കിടക്കനായിട്ട് മിമിക്രി ചെയ്യണ്. ആടിന്റെ ശബ്ദം പോലില്ലേ? ആടിന്റെ സൗണ്ടല്ല, ഞാൻ അമ്മേനെ വിളിച്ചതാണ്. ഇത് എന്റെ സിനിമയുടെ പ്രൊമോഷനുള്ള സമയമായി, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊമോഷന് പോകണമെന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, സാറ് വന്നപ്പോ തൊട്ട് പറയേണ്ടത് എനിക്ക് പോണം. ഏത് സിനിമയുടെ പ്രൊമോഷന് പോകാനാണ്? ഞാൻ അഭിനയിച്ച സിനിമയുടെ. അത് ഏത് പടം? അടിനാശം വെള്ളപ്പൊക്കം. ആരോ അറിഞ്ഞിട്ട പേരാ, അടിനാശം വെള്ളപ്പൊക്കം. ഓ, എന്റെ ലൂസ് മോഷൻ അല്ല സാറേ, പ്രമോഷൻ. അത് തന്നെ പറഞ്ഞത്. അവിടെ ഇരിക്കല്ലേ, അവിടെ പോയി. അവിടെ നല്ലൊരു പെർഫോമൻസ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. ഇത് പെർഫ്യൂം ആണോ അതോ ടോയ്ലറ്റിന്റെ ആണോ എന്നതായിരുന്നു? ശക്കിടിലായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. അതെ, ആ 2 ഫ്ലിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. പെർഫ്യൂം കൂടെ കംഫർട്ട് സെഷൻ. വിഷ്ണുപ്രിയയുടെ അനൗൺസ്മെന്റ് ആയിരുന്നു. വൈഫൈ ഫ്രീ എന്നാ ടോൾ ഫ്രീ നമ്പർ ആയിരുന്നു. അടിപൊളി. എന്തായാലും മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ചേച്ചി എന്താ പറയണ്ട? നന്നായിരുന്നു, നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. ഒരു പുതുമ. ഇന്ന് വരെ ഇവിടെ ടോയ്ലറ്റ് സ്കിറ്റ് വന്നിട്ടില്ല. സോ ഗുഡ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സുബിചേട്ടൻ സത്യത്തില് സൂപ്പർ സ്റ്റാർ മറ്റേ പേര് മറന്നതല്ലേ? പേര് അതിൽ നോക്കിയിട്ട് സൂപ്പർ സ്റ്റാർ നൈസായിരുന്നു. കൈ തട്ടി കളിച്ചത് അല്ലേ? നല്ലായിരുന്നു. നമുക്ക് എനിക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? ഇനി പണമൊഴുകണ കടി പറന്നിറങ്ങണ ചുരി ചുരി പല ചുരി അവിടെ ഒരു 2 ഉണ്ട്. 32,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ബോംബെ 32,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. അടിപൊളി.